നമസ്കാരം. STV നൂൺ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഡോക്യുമെൻ്ററികളുടെയും ഹ്രസ്വചിത്രങ്ങളുടെയും ദേശീയ സയൻസ് മേളയ്ക്ക് ഷൊർണൂരിൽ സമാപനം. മികച്ച ഡോക്യുമെൻ്ററിയായി രണജിത്ത് റേ സംവിധാനം ചെയ്ത പുതുൽനാമ തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ഹ്രസ്വചിത്രം യാഷ സറഫ് സംവിധാനം ചെയ്ത മോത്തി. കുപ്രസിദ്ധ ഭണ്ഡാര മോഷ്ടാവ് കൈലാട്ട് മണികണ്ഠൻ പോലീസിൻ്റെ പിടിയിൽ. മണികണ്ഠനെ പിടികൂടിയത് കോങ്ങാട് പോലീസ്. ജില്ലകളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഭണ്ഡാരം മോഷണം നടത്തിയതായി പ്രതിയുടെ കുറ്റസമ്മതം. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ സ്റ്റീൽ ബാരിക്കേഡിൽ തട്ടി 12 വയസ്സുകാരൻ്റെ കണ്ണിന് ഗുരുതര പരിക്ക്. പാലക്കാട് ആലത്തൂർ സ്വദേശി അനിവിനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ദേവസ്വത്തിന് പരാതി നൽകാൻ ഒരുങ്ങി രക്ഷിതാക്കൾ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കുപ്രസിദ്ധ ഭണ്ഡാര മോഷ്ടാവ് കൈലാട് മണികണ്ഠൻ പോലീസിൻ്റെ പിടിയിൽ. കോങ്ങാട് പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ജില്ലകളിൽ വിവിധ ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയതായി പ്രതി പോലീസിനോട് കുറ്റസമ്മതം നൽകി. ചെർപ്പുളശ്ശേരി, തൃത്താല, പൊന്നാനി മേഖലകളിൽ സ്ഥിരമായി അമ്പലങ്ങളിലെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടത്തി നാട്ടുകാരുടെയും പോലീസിന്റെയും ഉറക്കം കെടുത്തിയ പ്രതി ഷൊർണൂർ കൈലാട് സ്വദേശി മണികണ്ഠനാണ് കോങ്ങാട് പോലീസിന്റെ പിടിയിലായത്. കോങ്ങാട് പാറശ്ശേരി മൂകാംബിക ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് 5000 രൂപയും 6 ഗ്രാം തൂക്കം വരുന്ന സ്വർണവും ചെയിനും മോഷണം പോയതിന് കോങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് പ്രതിയെ പിടികൂടിയത്. കോങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ പുലാപ്പറ്റ ചെറുനാലിശ്ശേരിക്കാവ് ക്ഷേത്രത്തിലെ ഭണ്ഡാര മോഷണം പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഭണ്ഡാരങ്ങൾ മാത്രം കുത്തി തുറക്കുന്നതിനാണ് ഇയാൾക്ക് ഭണ്ഡാരം മണി എന്ന് പേര് വന്നത്. സമാന മോഷണം നടത്തിയതിന് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം പ്രതി കോങ്ങാട്, ചെർപ്പുളശ്ശേരി, തൃത്താല, പൊന്നാനി ഭാഗങ്ങളിൽ നിരവധി അമ്പലങ്ങളിലെ ഭണ്ഡാരങ്ങളാണ് പൊളിച്ച് പണം കവർന്നത്. ജില്ലയിൽ പലയിടങ്ങളിൽ മോഷണം നടത്തിയതായി പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് നടന്ന് ക്ഷേത്രങ്ങളിലെത്തി ക്ഷേത്ര പരിസരത്ത് നിന്നും കിട്ടുന്ന കമ്പി, മറ്റായുധങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഭണ്ഡാരം പൊളിച്ച് മോഷണം നടത്തുകയാണ് ഇയാളുടെ രീതി. മണ്ണാർക്കാട് DYSP M സന്തോഷ് കുമാറിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം കോങ്ങാട് CI സുജിത് കുമാർ, SI അതുൽ മോഹൻ, ASIമാരായ KV സുനിൽകുമാർ, സാജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ റിയാസുദ്ദീൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ സ്റ്റീൽ ബാരിക്കേഡിൽ തട്ടി 12 വയസ്സുകാരൻ്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു. പാലക്കാട് ആലത്തൂർ സ്വദേശി അനിവ് എന്ന ബാലനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ദേവസ്വത്തിന് പരാതി നൽകാൻ ഒരുങ്ങി കുട്ടിയുടെ രക്ഷിതാക്കൾ. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെ ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള പുറത്തേക്കുള്ള വഴിയിലായിരുന്നു അപകടം. വഴിയിൽ സ്ഥാപിച്ചിരുന്ന സ്റ്റീൽ ബാരിക്കേഡിന്റെ തകരാർ മൂലം അതിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുകയായിരുന്ന കമ്പി കുട്ടിയുടെ കണ്ണിൽ തറക്കുകയായിരുന്നു. അപകടത്തിൽ കുട്ടിയുടെ കൃഷ്ണമണിക്ക് താഴെയും കൺപോളയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ബാലനെ അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ ഭഗവതി അമ്പലത്തിൻ്റെ സൈഡിലെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ കൈവരി വെച്ചിട്ടുണ്ടായിരുന്ന ബാരിക്കേഡിൻ്റെ ഒരു എഡ്ജ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് അവരുടെ കണ്ണിൽ ഇറക്കിയാണ് ഉണ്ടായത്. പറ്റിയപ്പോൾ തന്നെ ഞങ്ങൾ ദേവസ്വം ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. അതിനുശേഷം അവിടുന്ന് അമരയ്ക്ക് റെഫർ ചെയ്തു. അവിടെ ചെക്കപ്പ് ചെയ്തപ്പോഴാണ് കണ്ണിൽ വലിയൊരു മുറിവുണ്ടായിരുന്നത് മനസ്സിലായി. പിന്നെ അവിടുന്ന് നമ്മൾ ഇവിടെ അങ്കമാലി ഹോസ്പിറ്റലിലേക്ക്, ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തിട്ടുള്ള ചെറിയൊരു സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുകയാണ്. ഇത്ര വലിയൊരു അമ്പലത്തിൽ ഇങ്ങനെ തീരെ സുരക്ഷയില്ലാതെ ഒന്നും അവിടെ വെച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. കണ്ണിന്റെ ശസ്ത്രക്രിയയ്ക്കും അനുബന്ധ ചികിത്സകൾക്കുമായി ഏകദേശം 60,000 രൂപയോളം ചിലവ് വരുമെന്നാണ് പ്രാഥമിക വിവരം. തിരക്കേറിയ ക്ഷേത്രം പരിസരത്ത് ഭക്തർക്കായി ഒരുക്കിയിട്ടുള്ള ബാരിക്കേഡുകളുടെ ശോച്യാവസ്ഥയാണ് അപകടത്തിന് കാരണമായതെന്ന് ആക്ഷേപമുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ദേവസ്വത്തിന് കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഡോക്യുമെൻ്ററികളുടെയും ഹ്രസ്വചിത്രങ്ങളുടെയും ദേശീയമേളയായ സയൻസ് മേള ഷൊർണൂരിൽ സമാപിച്ചു. മികച്ച ഡോക്യുമെൻ്ററിയായി രണജിത്ത് റേ സംവിധാനം ചെയ്ത പുതുൽനാമ തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ഹ്രസ്വചിത്രം യാഷ് സറഫ് സംവിധാനം ചെയ്ത മോത്തിയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഫെബ്രുവരി 6 മുതൽ 10 വരെയായിരുന്നു പ്രദർശനങ്ങൾ. ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഷൊർണൂരിൽ വെച്ച് നടത്താൻ വേണ്ടി സംഘടിപ്പിച്ച സംഘാടകരെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഏതൊരു പ്രവർത്തനവും വിജയിക്കുന്നത് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന അതിൻ്റെ പരിശ്രമക്കാരാണ്. അതിനുവേണ്ടി സമർപ്പിതമായ രൂപത്തിൽ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നവരാണ്. ആ കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്പർ 1 മുഖ്യശില്പികളായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെച്ച് നടക്കുന്ന ഈ
ഈ ഒരു പരിപാടി നമ്മുടെ നാടിൻ്റെ പേരും പെരുമക്കും അന്തസ്സിനും അനുസരിച്ചുകൊണ്ടാകണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആ കാര്യങ്ങൾ ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഈ പൊതുസമ്മേളനം ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യേണ്ട ഒട്ടേറെ അജണ്ടകൾ ഇതിൻ്റെ ഭാഗമായി ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഏതായാലും നടന്നു കഴിഞ്ഞപ്പോൾ മുരളി പറഞ്ഞ പോലെ ആദ്യം ആശങ്ക ഉണ്ടായെങ്കിലും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താല്പര്യമുള്ളവർ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സിനിമ കാണുന്നവർ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിലയിരുത്തൽ നടത്താൻ ശേഷിയും കഴിവുള്ളവരൊക്കെ കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു സംഗമമാണ് ഈ ഉദ്യമത്തിന്റെ ഭാഗമായി ഇവിടെ നടന്നിട്ടുള്ളത് എന്നാണ്. സംഘാടക സമിതി ചെയർമാൻ എം.ആർ. മുരളി അധ്യക്ഷത വഹിച്ചു. ആർട്ടിസ്റ്റ് ഡയറക്ടർ പ്രേംചന്ദ്ര മംജുന്ദാർ മേളയുടെ ഫെസ്റ്റിവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മണിപ്പൂരി ചലച്ചിത്രകാരൻ ഹോബം പവൻകുമാർ, ദേബാജാനി, പി പ്രേമചന്ദ്രൻ, ഷംസുദ്ദീൻ, ശ്രീദേവി, പി അരവിന്ദ്, രാധാകൃഷ്ണൻ ചെറുവള്ളി, കെ.ടി. ജോർജ്, കെ.സി. ജിതിൻ, എം.ഡി. രജി എന്നിവർ സംസാരിച്ചു. മികച്ച ഡോക്യുമെന്ററിയായി രണജിത്ത് റേ സംവിധാനം ചെയ്ത പുതുൽനാമ തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രത്യേക ജൂറി പരാമർശത്തിന് സുരഭി ശർമ്മ സംവിധാനം ചെയ്ത മ്യൂസിക് ഇൻ എ വില്ലേജ് നേംഡ് 1PB ഏറ്റുവാങ്ങി. മികച്ച ഹ്രസ്വചിത്രത്തിന് യാഷ് സറഫ് സംവിധാനം ചെയ്ത മോത്തി തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രത്യേക ജൂറി പരാമർശത്തിന് ചാൾസ് ലിയോ പാണ്ഡൻ സംവിധാനം ചെയ്ത ട ഏറ്റുവാങ്ങി. സിനിമ ഓഫ് റെസിഡൻസ് വിഭാഗത്തിൽ ഗ്രീഡാരൻ AKP സംവിധാനം ചെയ്ത ദളിത് സുഭയ്യ വോയിസ് ഓഫ് ദി റീബൽസ് തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രത്യേക പരാമർശത്തിന് രാംദാസ് കടവല്ലൂർ സംവിധാനം ചെയ്ത സത്യപുല്ല് ഏറ്റുവാങ്ങി. സിനിമ എക്സ്പെരിമെന്റ് വിഭാഗത്തിൽ ശ്രുതിൻ മാത്യു സംവിധാനം ചെയ്ത ദിനോസറിന്റെ മുട്ട തെരഞ്ഞെടുത്തു. പ്രത്യേക പരാമർശം തുഷാർ മാധവ് സംവിധാനം ചെയ്ത റൂം ഹംഗി ഏറ്റുവാങ്ങി. FFSI ചേലൂർ വേണു പുരസ്കാരം മികച്ച മലയാളം ഹ്രസ്വചിത്രത്തിന് ചാൾസ് ലിയോ പാണ്ഡ്യൻ സംവിധാനം ചെയ്ത ട തെരഞ്ഞെടുത്തു. മികച്ച ഡോക്യുമെന്ററി ശിവ ഓങ്ങുലു സംവിധാനം ചെയ്ത റെക്കോർഡ് ഡാൻസ് തെരഞ്ഞെടുത്തു. മികച്ച ഡോക്യുമെന്ററിക്കും ഹ്രസ്വചിത്രത്തിനും 50,000 രൂപയും വെങ്കല ശില്പവും പ്രശസ്തി പത്രവും, മികച്ച പരീക്ഷാത്മക ചിത്രത്തിന് സിനിമ എക്സ്പെരിമെന്റ് പ്രതിരോധ പ്രമേയങ്ങൾ അടങ്ങുന്ന മികച്ച ചിത്രത്തിന് സിനിമ ഓഫ് റെസിസ്റ്റൻസ് എന്നീ ദേശീയ പുരസ്കാരങ്ങൾ നൽകും. 25,000 രൂപയും വെങ്കല ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലയാളത്തിൽ നിന്നുള്ള മികച്ച ഡോക്യുമെന്ററിക്കും ഹ്രസ്വചിത്രത്തിനും 10,000 രൂപ വീതവും വെങ്കല ശില്പവും പ്രശസ്തി പത്രവുമാണ് സമ്മാനം. ജോൺ എബ്രഹാം ജൂറി സ്പെഷ്യൽ മെൻഷൻ അവാർഡുകൾ: VK ജോസഫ്, ജോൺ എബ്രഹാം സിനിമ എക്സ്പെരിമെന്റ് വിഭാഗത്തിലെ മികച്ച ഡോക്യുമെന്ററി, മികച്ച ഹ്രസ്വചിത്ര വിഭാഗം അവാർഡുകൾ: മഞ്ജു ബോറ. ജോൺ എബ്രഹാം മികച്ച ഡോക്യുമെന്ററിക്കും ഹ്രസ്വചിത്രത്തിനുമുള്ള ജോൺ എബ്രഹാം പുരസ്കാരം സംവിധായകൻ TV ചന്ദ്രൻ എന്നിവർ സമ്മാനിച്ചു. പി മാമുക്കുട്ടി MLA 2024-25 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ച ഷൊർണൂർ ചുടുവാലത്തൂർ ശകുന്തള റോഡിന്റെ ഉദ്ഘാടനം നടന്നു. ദീർഘനാൾ നഗരസഭാ കൗൺസിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന ശകുന്തള നാമകരണത്തിലാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വാർഡ് കൗൺസിലർ K. വിനോദ് സ്വാഗതം പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ്, മുനിസിപ്പൽ സെക്രട്ടറി PS രാജേഷ്, മുനിസിപ്പൽ എഞ്ചിനീയർ ഷൈനി, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KN അനിൽകുമാർ, മുൻ കൗൺസിലർ KM ലത, ADS ചെയർപേഴ്സൺ P. ദിവ്യ, കോൺട്രാക്ടർ PK രാമചന്ദ്രൻ, ND ദിൻഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. വാണികുളം പഞ്ചായത്തിലെ ഇടപ്പള്ളിയാൾ റോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് K. ശ്രീജ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം PB സുശീല അധ്യക്ഷയായിരുന്നു. സ്ഥിരം സമിതി ചെയർമാൻ NM അബ്ദുൽ സലാം, പഞ്ചായത്ത് അംഗം അനിൽകുമാർ, K. ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. MLA ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. കണയം അധോലോക രാജാവ് വീരമംഗലം കതിരവൻ, തൂത ബിഗ് ബി എഴുവന്തല വീരസേനാപതി ഇവരൊന്നും ആനകളല്ല, ഇണക്കാളകളാണ്. ഇണക്കാളകൾക്കുമുണ്ട് ആരാധകർ ഏറെ. ആനകൾക്കു വേണ്ടി ലക്ഷക്കണക്കിന് ഏക്കം നൽകുന്ന നാട്ടിൽ ഇപ്പോൾ തലവലിപ്പമുള്ള ഇണക്കാളകൾക്കും ഏക്കത്തുക ലക്ഷങ്ങൾ മറികടന്നു. ആനകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ഏക്കം നൽകുന്ന നാട്ടിൽ ഇപ്പോൾ തലവലിപ്പമുള്ള ഇണക്കാളകൾക്കുമുള്ള ഏക്കത്തുകയും ലക്ഷങ്ങൾ മറികടന്നു. ഏറ്റവും കൂടുതൽ കാളവേലകൾ നടക്കുന്ന വള്ളുവനാട്ടിലാണ് ഇണക്കാളകൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ വർദ്ധിക്കുന്നത്. ഈ സീസണിൽ 30 അടി ഉയരത്തിലുള്ള കാളകൾ വരെയാണ് ഉത്സവത്തിന് എത്തിക്കാൻ ഒരുങ്ങുന്നത്. 100-ലധികം കാളവേല കമ്മിറ്റികളുള്ള വേലകളിലാണ് ഇണക്കാളകൾക്ക് വേണ്ടി 1 ലക്ഷത്തിലധികം രൂപ ഏത്തത്തുകകൾ നൽകി കാളകളെ ഉത്സവത്തിനിറക്കുന്നത്. 28 അടി ഉയരമുള്ള ഇണക്കാളകൾക്ക് 80,000 രൂപയാണ് ഒരു ദിവസത്തെ വാടകയെങ്കിലും ആവശ്യക്കാർ കൂടുമ്പോൾ അത് 1 ലക്ഷം മറികടക്കാറുണ്ടെന്നും ഉടമകൾ പറയുന്നു. കാളയുടെ ഉയരം, കണ്ണിൻ്റെ ഭംഗി,
ചെവിയുടെ ആകൃതി, നാക്ക്, മൂക്ക്, വർണ്ണനിറത്തിലുള്ള ലൈറ്റുകൾ എന്നിവ നോക്കി അതിൻ്റെ ഏറ്റവും മികവുറ്റതിനെയാണ് കമ്മിറ്റികൾ പൂരത്തിന് കാഴ്ചവെക്കുക. ആനക്കേമന്മാരായ തെച്ചിക്കോട്ട് രാമേന്ദ്രനും തൃക്കടവൂർ ശിവരാജുവും പാമ്പാടി രാജനും വേണ്ടി കമ്മിറ്റികൾ ലക്ഷങ്ങൾ ഏക്കം വിളിക്കുമ്പോൾ ഇങ്ങ് വള്ളുവനാടൻ കാളവേലകളിൽ കണയം അധോലോക രാജാവും വീരമംഗലം കതിരവനും തൂത ബിഗ് ബിയുമെല്ലാം ഇണക്കാളകളിലെ താരങ്ങളാണ്. ചെർപ്പുളശ്ശേരി പുത്തനാലക്കൽ കാളവേല, കോങ്ങാട് കുന്നുപുള്ളിക്കാവ് വേല, ഓങ്ങല്ലൂർ കടപ്പുറമ്പത്തുകാവ് പൂരം, കണയം കാളവേല, തൃപ്പറ്റപ്പൂരം, മുളയൻകാവ് കാളവേല, കൈലാട് കാളവേല തുടങ്ങിയ ഉത്സവങ്ങളിൽ 100-ലധികം കാളകളെയാണ് ഉത്സവത്തിലെത്തിക്കുക. പാലക്കാട് ജില്ലയിൽ മാത്രം 350 ജോഡി കാളകളെയാണ് ഇത്തവണ ഉത്സവത്തിനായി ഒരുക്കിയിട്ടുള്ളത്. ചെർപ്പുളശ്ശേരി, വീരമംഗലം, മുളയൻകാവ്, കണയം, മുണ്ടക്കോട്ട് കൃഷി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് നിലവിലെ കാളകൾ നിർമ്മിക്കുന്നത്. 15 ലക്ഷത്തോളം രൂപയാണ് ഒരു കാള നിർമ്മിക്കാൻ വേണ്ടി വരുന്ന ചിലവ്. 15 അടി മുതലുള്ള കാളകൾക്ക് 10 ജോലിക്കാരെയെങ്കിലും ഉത്സവപ്പറമ്പുകളിൽ നിയന്ത്രിക്കാൻ ആവശ്യമാണെന്നും ഓൾ കേരള കാള വർക്കർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കണയം ദാസൻ പറഞ്ഞു. ഇന്നും നാളെയും മറ്റന്നാളും നടക്കുന്ന വേങ്ങര, പുത്തനാനക്കൽ, കണയം കാളവേലകളിൽ ലക്ഷങ്ങൾ ലേക്കം നൽകി കമ്മിറ്റിക്കാർ എത്തിക്കുന്ന കാളകളുടെ പ്രത്യേകതകളാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ ഗവൺമെന്റ് ആശുപത്രി പാലിയേറ്റീവ് കെയറിലേക്ക് വീൽ ചെയർ നൽകി. ഷൊർണൂർ നഗരസഭ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ D. സിമി, നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മലയ്ക്ക് വീൽ ചെയർ കൈമാറി. അവരാരംഭിച്ചിട്ടുള്ള ഫുഡ് സ്വന്തം പ്രിപ്പയർ ചെയ്ത് അത് വിറ്റ് അതിൽ നിന്ന് കിട്ടിയ പണവും മറ്റ് സ്വയം തൊഴിൽ സംരംഭങ്ങളായിട്ടുള്ള ഹാൻഡ് വാഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൈസയും ഉപയോഗിച്ച് വാങ്ങിയിട്ടുള്ള വീൽ ചെയർ പാലിയേറ്റീവ് രോഗികൾക്ക് വേണ്ടി ഹോസ്പിറ്റലിന് കൈമാറുകയാണ്. ഇതിൻ്റെ നിർവ്വഹണം നിർവഹിച്ചതായി അറിയിച്ചു. തുടർന്ന് P. നിർമ്മലയിൽ നിന്നും ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീഹരി വീൽ ചെയർ ഏറ്റുവാങ്ങി. NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ ഫുഡ് ഫെസ്റ്റിലൂടെ സമാഹരിച്ച തുക വിനിയോഗിച്ചാണ് വീൽ ചെയർ വാങ്ങി നൽകിയത്. നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK സൗമ്യ, വാർഡ് കൗൺസിലർമാരായ മുരുകൻ, പുഷ്പലത, മുഹമ്മദ് ആഷിഖ്, ലത, P. ജിഷ, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, NSS കോർഡിനേറ്റർ അൽഫോൺസ് സെബാസ്റ്റ്യൻ, അധ്യാപകരായ ആശ C. വിൻസൻ, KR അശ്വതി, പാലിയേറ്റീവ് നഴ്സ് K. ശ്രീദിവ്യ, ആശാ വർക്കർ ശൈലജ, NSS വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇത്തരത്തിലുള്ള നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ചുരുങ്ങിയ കാലയളവിൽ ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് നടപ്പിലാക്കി വരുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഈ മാസം 14 മുതൽ 16 വരെ കോട്ടയത്ത് നടക്കുന്ന KSTയുടെ സംസ്ഥാന മേളയോടനുബന്ധിച്ച് ഒറ്റപ്പാലം ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. KSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം MP മഹേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റ്, ഇപ്പൊ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് കഴിഞ്ഞ 10 കൊല്ലമായി നടപ്പിലാക്കിയ നല്ല നിർദ്ദേശങ്ങളും നല്ല പദ്ധതികളും പൊതുജനങ്ങളെല്ലാം ഹൃദയപൂർവ്വം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങൾക്കൊരു വലിയ സമാധാനം ഉണ്ടായിരിക്കുകയാണ്, ഒരു ആശ്വാസം ഉണ്ടായിരിക്കുകയാണ്. അവരുടെ കുട്ടികൾക്ക് മികച്ച ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കിട്ടിയ കാലഘട്ടമാണ് കഴിഞ്ഞ 10 കൊല്ലം. ഇപ്പോൾ ഇതിനെതിരെ വ്യാപകമായ എതിർപ്രചരണങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ലീഗിന്റെ ഭാഗത്തുനിന്നും BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രാഷ്ട്രീയമായി ഇനി അടുത്ത ഗവൺമെന്റ് ഇടതുപക്ഷമാണ് എങ്കിൽ ഇവിടെ UDFന്റെ അടിത്തറ വീണ്ടും തകർന്നു തരിപ്പണമാവും. BJPക്ക് വളരാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇനിയും കേരളത്തിൽ രൂപപ്പെട്ടിട്ടില്ല. കാരണം കൃത്യമായ ഒരു ഇടതുപക്ഷ മനസ്സുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇന്നും കേരളത്തിലുണ്ട്. അതിനെ പൂർണ്ണമായിട്ടും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. 10 കൊല്ലത്തെ ഇടതുപക്ഷ ഭരണം കൊണ്ട് നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസകരമായ നിരവധി ആനുകൂല്യങ്ങൾ ലഭിച്ച കാലഘട്ടമാണ് കടന്നുപോയത്. ഉപജില്ലാ പ്രസിഡന്റ് S. സുജീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ നിർവാഹക സമിതി അംഗം PM വെങ്കിടേശൻ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ഉപജില്ലാ സെക്രട്ടറി S. ഗിരീഷ് സ്വാഗതവും ഉപജില്ലാ വൈസ് പ്രസിഡന്റ് K. സുധീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാധ്യമപ്രവർത്തകൻ മൊയ്തീൻകുട്ടിയെ കല്ലൂർ ബാലന്റെ അനുസ്മരണ ദിനത്തിൽ ആദരിച്ചു. 25 വർഷങ്ങളായി ബാലന്റെ കഴിവുകളും പരിസ്ഥിതി പ്രവർത്തനങ്ങളും സത്യസന്ധമായി പുറം ലോകത്തെ അറിയിച്ചതിനാണ് അദ്ദേഹത്തെ ഉപഹാരം നൽകി ആദരിച്ചത്. STV ചാനലിന്റെ പത്തിരിപ്പാല ബ്യൂറോ ലേഖകൻ കൂടിയാണ് മൊയ്തീൻകുട്ടി.
ബൈക്കിൽ നിന്നും വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നതിനാൽ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാനായില്ല. തുടർന്നാണ് സംഘാടകരും ബാലന്റെ മക്കളും വൈകിട്ട് വീട്ടിലെത്തി ആദരിച്ചത്. സംഘാടക സമിതി കൺവീനർ കിഷോർ സ്വാമി മങ്കര പൊന്നാട നൽകി ആദരിച്ചു. ബാലന്റെ മകൻ രതീഷ് ബാലനും ചെയർമാൻ തങ്കപ്പൻ മാസ്റ്ററും മറ്റു സംഘാടകരും ചേർന്ന് അദ്ദേഹത്തിന് ഉപഹാരവും സമ്മാനിച്ചു. ബാലേട്ടന്റെ വലങ്കൈയായ മാധ്യമ സുഹൃത്താണ് മൊയ്തീൻകുട്ടിയെന്ന് കിഷോർ സ്വാമി മങ്കര പറഞ്ഞു. ദൃശ്യമാധ്യമത്തിന്റെയും ഈ ഭാഗങ്ങളിലെല്ലാം ചുക്കാൻ പിടിക്കുന്ന വളരെ നിഷ്കളങ്കനും ഏറ്റെടുത്ത ദൌത്യം പൂർത്തിയാകുന്നത് വരെ ക്ഷമയോട് കാത്തിരുന്ന് എല്ലാവരുടെയും ഇഷ്ടം സമ്പാദിച്ച ഒരു മഹാവ്യക്തിത്വമാണ് ബാലേട്ടനായിട്ടുള്ള കല്ലൂർ ബാലേട്ടനായിട്ടുള്ള അടുപ്പം എത്ര തന്നെ പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അദ്ദേഹത്തെ ഈ ലോകത്തിന് മുമ്പിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുത്തിയ ഒരു വിശിഷ്ട വ്യക്തി കൂടിയാണ് ശ്രീ മൊയ്തീൻ ക. തങ്കപ്പൻ മാസ്റ്റർ, രതീഷ് ബാലൻ, സ്വാമി കിഷോർ മങ്കര, പരിസ്ഥിതി പ്രവർത്തകരായ കെ റഹ്മാൻ, അപ്പൂട്ടൻ കല്ലൂർ എന്നിവരും കൂടെയുണ്ടായിരുന്നു. ആദരിച്ചതിന് മൊയ്തീൻകുട്ടി നന്ദിയും പറഞ്ഞു. ആദ്യമായി ഷൊർണൂർ നഗരസഭയിൽ വയോജന വാർഡ് സഭയ്ക്ക് തുടക്കമായി. വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനും ഓരോ വാർഡിലും വാർഡ് സഭകൾ കൂടി നടപടികൾ സ്വീകരിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ വയോജനങ്ങൾ മുന്നോട്ട് വച്ചു. വയോജനങ്ങളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് നഗരസഭ അധികൃതരും അറിയിച്ചു. ആദ്യമായാണ് ഷൊർണൂർ നഗരസഭയിൽ വയോജന വാർഡ് സഭ ചേരുന്നത്. ഷൊർണൂർ KVR ഹൈസ്കൂളിൽ വെച്ചായിരുന്നു പ്രഥമ യോഗം. വൈസ് ചെയർമാൻ അനുരാജ് വയോജന വാർഡ് സഭ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലുള്ള 35 വാർഡുകളിലും ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ വയോമിത്രം നടപ്പിലാക്കുക, വയോജനങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനാവശ്യമായ വ്യായാമ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാൻ നടപടി സ്വീകരിക്കുക, രാവിലെയും വൈകിട്ടും നടക്കാനാവശ്യമായ നടപ്പാതകൾ സജ്ജീകരിക്കുക, വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനും ഓരോ വാർഡിലും വാർഡ് സഭകൾ കൂടാൻ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സീനിയർ സിറ്റിസൺ അംഗങ്ങൾ മുന്നോട്ട് വച്ചത്. നിലവിലെ പ്രശ്നങ്ങൾ വയോജനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. സീനിയർ സിറ്റിസൺ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് നഗരസഭാ അധികൃതരും അറിയിച്ചു. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗമ്യ അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു, കൗൺസിലർമാരായ VK ശ്രീകൃഷ്ണൻ, മുഹമ്മദ് ആഷിഖ്, രജിത, ഷീജ, അരുൺ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഡോക്യുമെൻ്ററികളുടെയും ഹ്രസ്വചിത്രങ്ങളുടെയും ദേശീയ സയൻസ് മേളയ്ക്ക് ഷൊർണൂരിൽ സമാപനം. മികച്ച ഡോക്യുമെൻ്ററിയായി രണജിത്ത് റേ സംവിധാനം ചെയ്ത പുതുൽനാമ തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ഹ്രസ്വചിത്രം യാഷ സറഫ് സംവിധാനം ചെയ്ത മോത്തി. കുപ്രസിദ്ധ ഭണ്ഡാരമോഷ്ടാവ് കൈലാട്ട് മണികണ്ഠൻ പോലീസിന്റെ പിടിയിൽ. മണികണ്ഠനെ പിടികൂടിയത് കോങ്ങാട് പോലീസ്. ജില്ലകളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഭണ്ഡാരം മോഷണം നടത്തിയതായി പ്രതിയുടെ കുറ്റസമ്മതം. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ സ്റ്റീൽ ബാരിക്കേഡിൽ തട്ടി 12 വയസ്സുകാരൻ്റെ കണ്ണിന് ഗുരുതര പരിക്ക്. പാലക്കാട് ആലത്തൂർ സ്വദേശി അനിവിനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ദേവസ്വത്തിന് പരാതി നൽകാൻ ഒരുങ്ങി രക്ഷിതാക്കൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.